നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ പത്രം എന്റെ മുമ്പിലിട്ട് അവൻ കത്തിച്ചു. ഞാൻ കള്ളം പറഞ്ഞു എന്ന് അവന് ബോധ്യപ്പെട്ട ഇത് തന്നെയായിരിക്കും അമ്മയുടെ ഗതിയെന്നും പറഞ്ഞു. ഏറ്റവും സങ്കടം അവന്റെ ഈ പ്രവൃത്തികളൊന്നും നിത്യ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന. നിത്യമേടത്തെ എപ്പടി കുറ്റം പറയാൻ പറ്റുമമ്മ? അവരെ മുന്നാടി പോകുമ്പോൾ ജീവസാർ പഞ്ചപാവം മാതിരി താൻ നടിക്കുന്നത്. അതെ അമ്മേ, ഏട്ടൻ നിത്യേച്ചി നോക്കുന്ന നോട്ടം കണ്ടിട്ടുണ്ടോ? അപ്പൊ ഏട്ടന്റെ കണ്ണിൽ കണ്ണീരുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ട ഒരാളുടെ ഭാവം ഉണ്ടാവും. നെഞ്ച് തകർന്നു പോകാൻ അതുപോരെ? അതെ, മുൻപത്തെ പോലെയല്ല. ജീവൻ കുഴപ്പക്കാരനാണെന്ന് പറയാൻ എനിക്ക് അവളോട് കൂടുതൽ കൂടുതൽ തർക്കിക്കേണ്ടി വരും. അബദ്ധത്തിലെങ്ങാനും അവള് ജീവനോട് സത്യം മുഴുവൻ പറഞ്ഞു പോയാ പിന്നൊന്നും ബാക്കിയുണ്ടാവില്ല. നിങ്ങൾ വാ, ഇപ്പൊ തന്നെ ഹരിയോടും രാമകൃഷ്ണേട്ടനോടും സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. വാ. ജ്യോതിയമ്മ, വാങ്ങമ്മ. വിവാഹത്തിന്റെ പ്രൂഫ് 1 മാസത്തിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയേ പറ്റൂ. എല്ലാവരും അതിനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. നേരെ ചൊവ്വെ വിവാഹം നടക്കാത്തതുകൊണ്ട് അങ്ങനൊരു പ്രൂഫ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനാണെങ്കിൽ പിന്നെയുള്ള മാർഗം ഒരു തവണ കൂടി ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടക്കണമെന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചുകൂടാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാമകൃഷ്ണേട്ട, കുറെ കാലമായിട്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ സംഭവിക്കുമ്പോഴും അപ്പുറത്തൊരു വഴി തെളിയും. പക്ഷെ ഈ ഒരു കാര്യത്തില് ഒന്നും എന്റെ മനസ്സിൽ തെളിയുന്നില്ല. എല്ലാവരോടും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, എന്റെ നിത്യമോൾക്കൊന്നും സംഭവിക്കരുത്. ഇപ്പോ വിവാഹത്തിന്റെ പ്രൂഫ് SI ചോദിച്ച സ്ഥിതിക്ക് അത് കിട്ടിയില്ലെങ്കിൽ അയാളുടെ ഭാഗത്തിന് നടപടികൾ എന്തായാലും ഉണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.